സ്വാഭാവിക മനുഷ്യജീവിതത്തിൽ നാം അടുത്ത് നിന്നറിഞ്ഞ കണ്ട സാധാരണക്കാരുടെ ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങൾ നോക്കിക്കണ്ട ഒരു കാലം എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവരുടെ കൺമുന്നിലൂടെയാണ് കടന്നുപോയത്. നാടൻ ചായക്കടകൾ, നാടൻ മനുഷ്യർ, നാടൻ രീതികൾ. ആ നാടൻ രീതികൾ കൊണ്ട് വളരെ സംതൃപ്തരായ ആളുകൾ, പാടവും പറമ്പും കൃഷിയും ഉമ്മറത്തിരുത്തവുമൊക്കെ ഏറ്റവും സ്വർഗതുല്യ നിമിഷങ്ങളായി ആസ്വദിച്ചു പോയവർ. ജീവിതത്തിൽ ജനിച്ച ദിവസവും വിവാഹ ദിവസവും ഒന്നും ഓർത്തു വച്ചില്ലെങ്കിലും എല്ലാ ദിവസവും വളരെ നിർവൃതിയോടെ നിറഞ്ഞു ജീവിച്ച ഒരുപാട് മനുഷ്യരുടെ ലോകം കൺമുന്നിലൂടെ മാഞ്ഞുപോയി. അതേതാണ്ട് അവസാന ഘട്ടങ്ങളിലാണ്. ഇനിയും ചില ഗ്രാമങ്ങളുടെ തുരുത്തുകൾ നമ്മുടെ ഈ നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കാണാം. പക്ഷെ നമ്മുടെ കൺമുന്നിൽ നിന്ന് അതൊക്കെ പോയി. പഴയ ചായക്കടകൾ പോയി. ഫാസ്റ്റ് ഫുഡ് കടകളും ആധുനിക കടകളുമൊക്കെ അവിടെ ഇടം പിടിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞും കുശലാന്വേഷണം പറഞ്ഞും ചിരിച്ചും കളിച്ചും അതൊരിടമായി മാറിയവർക്ക് വേറെ കുറേ മാനസികാരോഗ്യ പദങ്ങൾ ചേർത്ത് വെച്ച ജാർഗണുകൾ പറയുന്ന റിട്ടയർമെൻറ്റ് ഹോമുകളെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഇടങ്ങളിലേക്ക് അവർ പറിച്ചു നടപ്പെടുന്നു. ഈ അടുത്ത സമയത്ത് വാർദ്ധക്യത്തിലെത്തിയൊരു അച്ഛൻ എന്നോട് പറഞ്ഞു, മക്കൾ രണ്ടുപേരും അമേരിക്കയിലാണ്. ഒരുത്തൻ നാട്ടിൽ വന്നായിരുന്നു കഴിഞ്ഞ ഓണത്തിന്. ഞങ്ങൾ വീടൊക്കെ വൃത്തിയാക്കിയിട്ടു. തൊടിയും പറമ്പുമൊക്കെ കൊച്ചുമക്കളെ കൊണ്ടു നടന്നൊന്ന് കാണിക്കാൻ. അവൻ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ അവർ വന്ന് താമസിച്ചത് ട്രിവാൻഡ്രം മസ്കറ്റ് ഹോട്ടലിലാണ്. അവിടെ നിന്ന് ഒരു പകൽ കൊച്ചുമക്കൾ വന്നു. ഇവിടെ വന്നപ്പോഴേ അവർ അസ്വസ്ഥരായി. അവർക്ക് അസഹനീയമാം വിധമുള്ള ആ അസ്വസ്ഥത കണ്ട് അന്ന് വൈകിട്ട് തന്നെ അവർ മടങ്ങി. ആ രാത്രിയിൽ ആരോടും പറയാത്ത സങ്കടക്കണ്ണീരിൻ്റെ പെരുമഴ അവരുടെ ഉള്ളിൽ നിറഞ്ഞിട്ടുണ്ടാവില്ലേ? അങ്ങനെ എത്രയോ രക്ഷകർത്താക്കൾ ഇന്നും ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ടാവും. അവരുടെ മുന്നിലൂടെ ഓടിക്കളിക്കുന്ന കൊച്ചുമക്കളെ കിട്ടിയ അവരുടെ വാർദ്ധക്യം എത്രയോ ഭാഗ്യമാണ്. അങ്ങനെ ജീവിച്ച ഒരുപാട് മനുഷ്യരുടെ ഭൂതകാലം. പലചരക്ക് കച്ചവടക്കാരൻ, എല്ലാ വിശേഷങ്ങളും വീട്ടിലെ അറിയാവുന്നൊരു ഭൂതകാലം. കവലയിലൊരാൾ നേരെ പോയാൽ ആ വന്നതാരാണെന്നും അവരോട് കുശലാന്വേഷണവും നടത്തുന്ന ഒരു ഭൂതകാലം. ആ കാലമൊക്കെ മാഞ്ഞു പോകുമ്പോഴും കൺമുന്നിൽ എവിടെയൊക്കെയോ അത്തരം കാഴ്ചകൾ വന്നുപെടുമ്പോൾ അത് പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നി. പുതിയ തലമുറയിൽ ഒരു കൗതുക കാഴ്ചയ്ക്കെങ്കിലും അവർ കണ്ടെങ്കിലോ എന്ന് വെറുതെ വ്യർത്ഥമായി മോഹിച്ചാണ് ഇത് പറഞ്ഞു പോകുന്നത്. ഏതായാലും ഭംഗിയുള്ള ചില കാഴ്ചകൾ, ചില ക്ലിപ്പുകൾ കണ്ടപ്പോൾ നിങ്ങളുമായി അതൊക്കെ ഒന്ന് പങ്കുവെക്കണമെന്ന് വിചാരിച്ചു. കാണാം ആ നേർചിത്രങ്ങൾ. ഇത് കാണുമ്പോൾ എനിക്കറിയാം, ഇത് 1 മിനിറ്റോ 1 മിനിറ്റോ 2 മിനിറ്റോ ഉള്ളെങ്കിലും 300 മണിക്കൂറോളമുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലൂടെ പാടമായും പറമ്പായും ഞാറ്റുവേലയായും കൊയ്ത്തായും മെതിയായും ഗ്രാമങ്ങളായും ആ ഗ്രാമങ്ങളിലെ സന്തോഷങ്ങളായും അതിലൊന്നും സമ്പാദിക്കാതെ എന്തൊക്കെയോ ചെയ്ത് മടങ്ങിപ്പോയ മനുഷ്യരെയുമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി കൂടി.